വീഡിയോ 2 അൽ ഖുലൈസ് പള്ളിയും കഅബയോടുള്ള അസൂയയും. യമനിൽ അധികാരമുറപ്പിച്ച ശേഷം അബ്രഹത്ത് തന്റെ രാജ്യത്ത് ക്രിസ്തുമതം മാത്രമേ ഉണ്ടാകാവൂ എന്ന് കർശനമായി നിഷ്കർഷിച്ചു. ക്രിസ്തുമതം ഒഴികെയുള്ള മതങ്ങളെ അയാൾ നിരോധിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തു. ക്രിസ്തുമതത്തെ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കാൻ അയാൾ വലിയ ശ്രമങ്ങൾ നടത്തി. അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം മക്കയിലെ വിശുദ്ധ കഅബയായിരുന്നു. കഅബയുടെ ഈ പ്രാധാന്യം അബ്രഹത്തിനെ വല്ലാതെ അസൂയാലുവാക്കി. തന്റെ രാജ്യമായ യമനിലേക്ക് തീർത്ഥാടനം വഴിതിരിച്ചുവിടാനും കഅബയുടെ പ്രാധാന്യം ഇല്ലാതാക്കാനും അബ്രഹത്ത് തീരുമാനിച്ചു. ഈ ലക്ഷ്യത്തോടെ യമനിലെ സനായിൽ അതിമനോഹരമായ ഒരു ക്രിസ്ത്യൻ പള്ളി അയാൾ പണിതു. സ്വർണവും വെള്ളിയും അമൂല്യരത്നങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പള്ളിക്ക് അയാൾ അൽ ഖുലൈസ് എന്ന് പേരിട്ടു. പള്ളിപ്പണി പൂർത്തിയാക്കിയ ശേഷം അബ്രഹത്ത് പ്രഖ്യാപിച്ചു, ഇനി മുതൽ അറബികൾ കഅബയിലേക്ക് തീർത്ഥാടനം നടത്തേണ്ടതില്ല. യമനിലെ ഈ പുതിയ പള്ളിയിലേക്കാണ് എല്ലാവരും തീർത്ഥാടനം നടത്തേണ്ടത്. ഈ പ്രഖ്യാപനം അറബികളെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇതിന് പ്രതികാരമായി ബനൂ കിനാന ഗോത്രത്തിലെ ഒരു അറബി അബ്രഹത്തിന്റെ പള്ളിക്ക് സമീപം അപമാനം ചെയ്തു. ഇത് അബ്രഹത്തിനെ കഠിനമായി കോപിപ്പിച്ചു. കഅബ കാരണമാണ് തനിക്ക് ഈ അപമാനം നേരിട്ടതെന്ന് അയാൾ ഉറപ്പിച്ചു. അങ്ങനെ കഅബയെ പൂർണ്ണമായും തകർക്കാൻ അയാൾ ശപഥം ചെയ്തു. അടുത്ത ഭാഗത്തിൽ ആനപ്പടയുടെ മുന്നൊരുക്കങ്ങൾ കാണാം.